അയോധ്യയിൽ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്കായുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. വിഗ്രഹം സ്ഥാപിക്കേണ്ട ഗർഭഗൃഹം ശുദ്ധീകരിക്കൽ, വാസ്തുശാന്തി ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചവർക്ക് മാത്രമാണ് ഇന്നു മുതൽ അയോധ്യയിലേക്ക് പ്രവേശനമുണ്ടാവുക. അതേസമയം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയോട് അനുബന്ധിച്ചുള്ള സുരക്ഷാ പരിശോധനയ്ക്കിടെ ഖലിസ്ഥാൻ ബന്ധമുള്ള 3 പേർ പിടിയിലായിട്ടുണ്ട്. രാജസ്ഥാൻ സ്വദേശികളാണ് പോലീസിന്റെ പിടിയിലായത്. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രസാദം എന്ന പേരിൽ മധുര പലഹാരങ്ങൾ വിൽപ്പന നടത്തിയതിന് ആമസോണിനെതിരെ കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം നോട്ടീസ് അയച്ചു. അടിയന്തരമായ വിശദീകരണം നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അയോധ്യയിൽ നിന്ന് എസ് വിജയകുമാർ നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. വിജയകുമാർ, ഇതിനോടകം തന്നെ ഒരു വലിയ പ്രചാരണം ഈ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിന് ഉണ്ടായിട്ടുണ്ട്. അത് അന്തർദേശീയ ശ്രദ്ധ ഇതിനോടകം പിടിച്ചുപറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളെ അവിടെ ഏകോപിപ്പിക്കുന്നത്? എത്രമാത്രം ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട് ചടങ്ങിലേക്ക്? പ്രജിൻ, ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ആ ക്ഷേത്രത്തിലെ ഈ താന്ത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഗർഭഗൃഹം ശുചിയാക്കുക എന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു താന്ത്രിക ജോലി. അത് നടക്കുന്നുണ്ട്. പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായിട്ടുള്ള പൂജാകർമ്മങ്ങളും ആ തരത്തിലുള്ള മതപരമായ കാര്യങ്ങളുമൊക്കെ ക്ഷേത്ര പരിസരത്തും ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിലുമൊക്കെയായി നടക്കുന്നുണ്ട്. അതിൽ വളരെ നിയന്ത്രണങ്ങളോടെ ഈ പുരോഹിതരുൾപ്പെടെയുള്ളവരെ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ക്ഷേത്ര പരിസരത്തേക്ക് ഇന്ന് വളരെ നിയന്ത്രണങ്ങളോടെ കുറെ ആളുകളെ, ആ പരിസരം കാണാൻ വന്ന കുറെ ആളുകളെ കടത്തിവിട്ടിട്ടുണ്ട്. എന്നാൽ കടുത്ത നിയന്ത്രണങ്ങൾ തുടരുകയാണ്. അതിലെ വിശിഷ്ടാതിഥികൾ, ഇതിൽ ക്ഷണിക്കപ്പെട്ടവരൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെ വിമാനത്താവളം മുതൽ അവർക്ക് സ്വീകരണം ഒരുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വിവിധ മഠങ്ങളെ പ്രതിനിധീകരിച്ചെത്തുന്ന ഈ സന്യാസിമാരാണ്. അവർക്ക് വലിയ പരിഗണന ഈ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. അവരോടൊപ്പം അവരുടെ അനുയായികളുമൊക്കെ വലിയ ഭജന സംഘങ്ങളായി ഇവിടേക്ക് ഇങ്ങനെ ഓരോ സമയവും വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഒരു പതിവ് കാഴ്ച, ഒരു സ്ഥിരം കാഴ്ച. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടക സംഘങ്ങൾ ഇവിടെ ഇപ്പോൾ തന്നെ എത്തുന്നുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നലെ പറഞ്ഞത് ഈ സമയത്ത് നിങ്ങൾ വരേണ്ടതില്ല, ഈ തിരക്കിന് ശേഷം ഇവിടേക്ക് വരുന്നതാവും ഉചിതമെന്ന് പറഞ്ഞു. പക്ഷേ ആ നിർദ്ദേശമൊക്കെ സ്നേഹപൂർവ്വം നിരാകരിച്ചുകൊണ്ട് ഈ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ ഈ ലതാ മങ്കേഷ്കർ മാർഗിലെ ആണ്. ഇവിടെ അതിലെ ആ ഭാഗത്തെ ദൃശ്യങ്ങളാണ്. ഇവിടെ ആ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ വിവിധ കലാപരിപാടികൾ എപ്പോഴും ഉണ്ടാകും. ഇപ്പോഴൊരു ബാൻഡ് സംഘം അവരുടെ ബാൻഡ് പെർഫോമൻസ് നടത്തി മടങ്ങുകയാണ്. പല ആളുകളും ഇവിടെ വന്ന് അവരുടെ കലാപ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അത്തരത്തിലൊരു സാംസ്കാരിക പരിപാടികൾക്കുള്ള ഒരു വേദിയായി ഇതിനോടകം ഇത് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാം. ഏത് സമയവും ഇവിടെ വലിയ തിരക്കാണ്. ക്ഷേത്രത്തിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട നിരത്ത് വഴി തുടങ്ങുന്നത് ഈ ഭാഗത്ത് നിന്നാണ്. എല്ലാ സമയവും ഇവിടെ തിരക്കാണ്, തീർത്ഥാടകരുടെ തിരക്കാണ്. ഭജന സംഘങ്ങൾ, അതുപോലെ തന്നെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന ആളുകൾ, രാമകഥാസാഗരം അവതരിപ്പിക്കാൻ എത്തുന്ന കലാകാരന്മാർ, അവരെ കൊണ്ടൊക്കെയുള്ള വലിയ തിരക്കാണ്. ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണാം ഒരു സംഘം സന്യാസിമാർ. അത് ഏതോ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്ന വിവിധ മഠാധിപതികളായവരാണ്. അവരെ ഇവിടെ അയോധ്യയിലേക്ക് സ്വീകരിക്കുകയാണ്. ഈ പ്രധാന കവാടത്തിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ സംഘം അവരുടെ അനുയായികളും, ഈ മഠാധിപതികളും അവരുടെ അനുയായികളുമുണ്ട്. ആ സംഘത്തെ ഇവിടുന്ന് സ്വീകരിച്ച് ക്ഷേത്ര പരിസരത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവരോടൊപ്പം വിവിധ കലാകാരന്മാരൊക്കെ ഉണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ കാണാം. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, ഇങ്ങനെ വിവിധ അഖാഡകളെയൊക്കെ പ്രതിനിധീകരിക്കുന്ന സന്യാസിമാരൊക്കെ അതിന്റെ കൂടെ ഉണ്ട്. ആ തീർത്ഥാടക സംഘങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയുമാണ്. അതാണ് പ്രജന ഇവിടുത്തെ ഒരു കാഴ്ച. മറ്റൊന്ന് ഇവിടുത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. 3 ടയർ സുരക്ഷാ ക്രമീകരണമാണ്. സംസ്ഥാന പോലീസിന്റെ സ്പെഷ്യൽ ഫോഴ്സാണ് ഇവിടെ സുരക്ഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. അവർക്ക് പരിശീലനം നൽകിയിരിക്കുന്നത് NSG, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, ആ കമാൻഡോസിന്റെ പരിശീലനം നേടിയവരാണ്. പതിവ് പരിശോധനയ്ക്കിടെയാണ് ഈ ഖലിസ്ഥാൻവാദികളായ 3 പേരെ ഇന്ന് കസ്റ്റഡിയിലെടുത്ത് അവരെ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. സുരക്ഷാ വീഴ്ചയ്ക്ക് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സാഹചര്യമാണ് എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് ആ നിലയ്ക്ക് കർശനമായ പരിശോധന ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ നാളെയൊക്കെ വളരെ കടുത്ത നിയന്ത്രണങ്ങളായിരിക്കുമെന്ന് മാധ്യമങ്ങൾക്ക് ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളുടെ യാത്രയൊക്കെ അതനുസരിച്ച് ക്രമീകരിക്കേണ്ടി വരുമെന്നാണ് ഉത്തർപ്രദേശ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ പരിശോധന ഇങ്ങനെ തുടരുന്നതിനിടയിലും ഈ ഖലിസ്ഥാൻ
വാദികളായ 3 പേർ ഇവിടെ എത്തിയതും ഒക്കെ കുറെ കൂടി കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകാൻ കാരണമായിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. ക്ഷേത്ര പരിസരത്ത് ആചാരപരമായി താന്ത്രിക വിധിപ്രകാരമുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ നാളെ എത്തുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. പക്ഷേ PMO എപ്പോഴെത്തുക എന്നത് PMO പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒരു വിശദീകരണം നൽകിയിട്ടില്ല. വലിയ വിജയകുമാർ, പ്രധാനമന്ത്രി കൂടി എത്തുന്നതോടുകൂടി സുരക്ഷ കൂടുതൽ കർശനമാകും അവിടെ. അപ്പോഴേക്കും ഈ നിയന്ത്രണം അത് ഏത് രീതിയിലായിരിക്കും ഉണ്ടാവുക? ഈ പൊതുജനങ്ങളെ ആ ഭാഗത്തേക്ക് ഇന്നും നാളെയും ഒക്കെ വളരെ നിയന്ത്രിതമായ അളവിൽ മാത്രമേ കടത്തിവിടൂ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഏത് രീതിയിൽ സാധ്യമാകും? ഒപ്പം തന്നെ അവിടെയുള്ള അയോധ്യ നിവാസികൾ, അവിടുത്തെ നാട്ടുകാർ, അവരെന്താണ് പറയുന്നത്? അവർക്ക് എത്രമാത്രം പ്രതീക്ഷകളുണ്ട്? പ്രജിൻ, ഇത് നമ്മൾ വിശദമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. അയോധ്യ നഗരം അതൊരു വലിയ നഗരമൊന്നും ആയിരുന്നില്ല. അത് ഒരു നഗരം, ഒരു ചിട്ടയോടെയുള്ള നഗരമായി ഇപ്പോൾ രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ സ്ഥലങ്ങളിലേക്ക് റോഡുകൾക്കൊക്കെ വീതി ഉണ്ടായിരുന്നില്ല. അവിടേക്ക് ഇറങ്ങി നിന്ന കടകളൊക്കെ പൊളിച്ചു. അവർക്കൊക്കെ അതിന്റെ നഷ്ടപരിഹാരമായി വലിയ പണം നൽകുകയും ചെയ്തിട്ടുണ്ട്. വിപണി വില തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് ഇവിടെ പുതിയ വ്യാപാര വാണിജ്യ സംവിധാനങ്ങളൊക്കെ ഈ ആളുകൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അവരുടെ കച്ചവടമൊക്കെ നന്നായി നടക്കുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷം അയോധ്യ നിവാസികളെ സംബന്ധിച്ചുണ്ട്. പിന്നീട് അവർക്ക് ഈ ക്ഷേത്ര പരിസരത്തേക്ക് പോകുന്നതിന് തൽക്കാലം നിയന്ത്രണമില്ല. പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് തൊട്ട് പിന്നാലെ അദ്ദേഹം മടങ്ങിയതിനു ശേഷമായിരിക്കും അത്തരം നിയന്ത്രണങ്ങളൊക്കെ നീക്കി കൂടുതൽ ആളുകൾക്ക് തീർത്ഥാടകർക്ക് 23 മുതൽ പൂർണ്ണ തോതിൽ അവർക്ക് അവസരം നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ ആളുകളെ സംബന്ധിച്ച് ഇവിടേക്ക് വരുന്ന പരമാവധി ആളുകളെ ഉൾക്കൊള്ളാൻ തക്ക നിലയിലേക്ക്, വിവിധ ഭാഗങ്ങളിലുള്ള തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ തക്ക നിലയിലേക്ക് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിച്ചു വരുന്നതേ ഉള്ളൂ. ഇതൊരു മറ്റൊരു മഠത്തിൽ നിന്നെത്തിയ സന്യാസി സംഘത്തോടൊപ്പമുള്ള ഒരാളാണ്. അദ്ദേഹം ഈ രാമമന്ത്രമൊക്കെ ഉരുവിട്ട് ഇവിടെ നൃത്തം ചവിട്ടുന്ന കാഴ്ചയാണ് പ്രജിൻ കാണുന്നത്. അങ്ങനെ ഈ തരത്തിലുള്ള കാഴ്ചകളാണ് എല്ലായിടത്തും ഉള്ളത്. ഇതിന്റെ രാഷ്ട്രീയ വിവാദങ്ങൾ നമ്മൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും BJPയും ഉത്തർപ്രദേശ് സർക്കാരും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത് അതിനോട് പ്രതികരിക്കേണ്ടതില്ല എന്നതാണ്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങ്, പ്രാണപ്രതിഷ്ഠ, അതിനൊരു കോട്ടം വരുന്ന തരത്തിൽ, അതിന് ഭംഗമുണ്ടാകുന്ന തരത്തിൽ വിവാദങ്ങൾ പ്രതികരിക്കരുതെന്ന് കർശന നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് ആരോപണങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും കാര്യമായ മറുപടി BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. പകരം ക്ഷേത്രങ്ങൾ ശുചിയാക്കുക, അങ്ങനെ അത്തരം സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാണ് BJP പ്രവർത്തകർക്ക് JP നദ്ദ പാർട്ടി അധ്യക്ഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രജിത്, വിജയകുമാറാണ് അയോധ്യയിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിയത്.